Hi everyone, welcome to Ammu. ഇത് അമ്മു, ഞാൻ മൂബി. ഞങ്ങൾ 2 ഫ്രണ്ട്സ് ചേർന്ന് സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണിത്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റ് ആണ്. DIYs വിത്ത് ഫോട്ടോ ഫ്രെയിംസ്. ഫോട്ടോ ഫ്രെയിംസ് യൂസ് ചെയ്ത് വളരെ ഈസിയായി എന്നാൽ ചെലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ ലിവിംഗ് റൂമിലെയും ബെഡ്റൂമിലെയും വാൾസ് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ 3 തരത്തിലുള്ള ക്രാഫ്റ്റ്സ് ആണ് ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് ഓരോന്നായി കണ്ടു നോക്കിയാലോ. ത്രീ വാൾ ആർട്ട്. ഇവിടെ നമുക്ക് വേണ്ടത് ഫോട്ടോ ഫ്രെയിംസ്, ബ്രാഞ്ച് ലീഫ് ആൻഡ് ഫെദർ, പെയിന്റ്സ് ആൻഡ് ബ്രഷ്, ഗ്ലൂ. നമ്മുടെ എല്ലാ ഫോട്ടോ ഫ്രെയിംസും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യാം. ഫ്രെയിംസും പിന്നെ കാർഡ്ബോർഡ് സപ്പോർട്ടുമായിട്ടാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു വാൾ ആർട്ടിന് നമുക്ക് ഫ്രണ്ട് ഗ്ലാസിന്റെ ആവശ്യമില്ല. ഇനി പെയിന്റിംഗ് ആണ്. ഇതുപോലെ എല്ലാ ഫ്രെയിംസും ഗോൾഡൻ കളർ വെച്ചിട്ട് ഞങ്ങളിവിടെ പെയിന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റാലിക് കളേഴ്സ് യൂസ് ചെയ്യാം. സിൽവർ അല്ലെങ്കിൽ കോപ്പർ കളർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫ്രെയിംസിൽ യൂസ് ചെയ്ത അതേ കളേഴ്സ് തന്നെയാണ് ബ്രാഞ്ചിലും ഫെദറിലും ലീഫിലും ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ലീഫ് സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഫ്രഷ് ലീഫ് സെലക്ട് ചെയ്യാതിരിക്കുക. എപ്പോഴും ഡ്രൈഡും അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കും ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാം. ഇനി കാർഡ്ബോർഡ് ബാക്ക് സപ്പോർട്ട് പെയിന്റ് ചെയ്യാണ്. ഞങ്ങളിവിടെ അക്രൈലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. അതായത് അക്രൈലിക് പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സെയിം കളർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് സ്പ്രേ പെയിന്റ്സ് അവൈലബിൾ ആണെങ്കിൽ സ്പ്രേ പെയിന്റ്സ് യൂസ് ചെയ്യാം. ഞങ്ങളിവിടെ ഗോൾഡൻ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു വാൾ ആർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ സിൽവർ ആൻഡ് നേവി ബ്ലൂ കളർ അല്ലെങ്കിൽ ഗോൾഡൻ ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഗോൾഡൻ ആൻഡ് ബ്ലാക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇനി 2 hours ഇതെല്ലാം നല്ലോണം ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഈ കാർഡ്ബോർഡ് ഇതുപോലെ ലോക്ക് ചെയ്യാം. എന്നിട്ട് പെയിന്റ് ചെയ്ത ഫെദറിന്റെ പൊസിഷൻ നോക്കി അത് ആ ഒരു കാർഡ്ബോർഡിൽ എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നുണ്ടോ അവിടെ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ ബ്രാഞ്ചും ചെയ്യാം. പൊസിഷൻ നോക്കി എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നുണ്ടോ അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് പേസ്റ്റ് ചെയ്യാം. നമ്മൾ പെയിന്റ് ചെയ്ത ലീഫും ഇതുപോലെ തന്നെ ഗ്ലൂ ആക്കി പേസ്റ്റ് ചെയ്യുക. എന്നിട്ടൊരു 2 hours എല്ലാം ഡ്രൈ ചെയ്യാൻ വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ഒരു ഫ്ലോട്ടിംഗ് ഷെൽഫിന്റെ മേലെ അറേഞ്ച് ചെയ്താൽ വളരെ നന്നായിരിക്കും. നല്ലൊരു എക്സ്പെൻസീവ് വാൾ ഡെക്കോർ ലുക്ക് തന്നെ ആയിരിക്കും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ള സിൽവർ ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷൻ. അതുപോലെ ബ്ലാക്കും വൈറ്റും മിക്സ് ചെയ്തും ചെയ്യാവുന്നതാണ്. കോഡ്സ് ആൻഡ് ഡിസൈൻസ്. ഈ ഒരു വാൾ ഡെക്കോർ നമുക്ക് ആവശ്യമായത് ഫോട്ടോ ഫ്രെയിംസ്, acrylic or A4 papers, paints and brush, pencil, ruler and marker, scissors. നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ എല്ലാ ഫോട്ടോ ഫ്രെയിംസും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യാം. ഈ ഒരു വാൾ ഡെക്കോറിൽ നമുക്ക് ഫ്രണ്ട് ഗ്ലാസും ആവശ്യമാണ്. ഇനി A4 പേപ്പർ എടുത്ത് നമ്മളുടെ ഓരോ ഗ്ലാസസും ഇതുപോലെ വെച്ച് ഔട്ട്ലൈൻ ചെയ്യാം. ഈ ഒരു ഔട്ട്ലൈൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ എടുത്തിട്ടുള്ള ഫോട്ടോ ഫ്രെയിംസ് എല്ലാം ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഒരു A4 പേപ്പറിൽ തന്നെ 2 ഡിസൈൻസ് നമുക്ക് വരയ്ക്കാം. ഇനി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഡിസൈൻ ചെയ്യുക.
ഞങ്ങൾ ഇവിടെ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അക്രൈലിക് പെയിന്റ് ആണ്. ഇതിന് പകരം വാട്ടർ കളേഴ്സും ഓയിൽ പെയിന്റും എല്ലാം യൂസ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു പെൻസിൽ ഉപയോഗിച്ച് റഫ് ആയിട്ട് ഒന്ന് വരച്ചിട്ട് ഡിസൈൻ ചെയ്യാം. ഇനി കോഡ്സും വേർഡ്സും ഒക്കെ ഇതുപോലെ മാർക്കർ വെച്ചിട്ട് എഴുതാം. അതായിരിക്കും കുറച്ചുകൂടെ ഈസി. നിങ്ങൾക്ക് പെയിന്റ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ പെയിന്റ് വെച്ചിട്ടും ചെയ്യാം. ഇനി നമ്മൾ വരച്ചിട്ടുള്ള ആ ഔട്ട്ലൈനിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഞങ്ങൾ ചെയ്ത വേറൊരു ഡിസൈൻ ആണ്. ഇവിടെ ഞങ്ങൾ 3 കളേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അക്രൈലിക് പെയിന്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഡിസൈനിലും മാർക്കർ വെച്ചിട്ടാണ് ഞാൻ കോട്ട് ചെയ്തിട്ടുള്ളത്. അതിനു മുന്നേ പെൻസിൽ വെച്ചിട്ട് റഫ് വർക്ക് ചെയ്തിരുന്നു. അപ്പം ഞങ്ങളുടെ ഡിസൈൻസ് എല്ലാം റെഡിയാണ്. ഇതുപോലെ തന്നെ ഒരു 4 ഡിസൈൻസ് കൂടെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ മാർക്കർ ഉപയോഗിച്ചാണ് ചെയ്തത്. ഈ മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്ന് എഴുതിയത്. ബാക്കിയെല്ലാം പെയിന്റ് ആണ്. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ എല്ലാം ഫ്രെയിം ചെയ്യുക, എന്നിട്ട് ഡിസ്പ്ലേ ചെയ്യുക. ഇത് ശരിക്കും ബെഡ്റൂം വാളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. ഇതുപോലെ ബെഡിന്റെ മേലെ അറേഞ്ച് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യാം. ഗ്ലാസ് പെയിന്റ് ഇൻ ഫോട്ടോ ഫ്രെയിം. ഈ ഒരു ആർട്ടിന് നമുക്ക് വേണ്ടത് ഫോട്ടോ ഫ്രെയിം, ഗ്ലാസ് പെയിന്റ്, പിന്നെ ട്രേസ് ചെയ്യാൻ ഒരു ഡിസൈൻ. നമ്മുടെ ഫോട്ടോ ഫ്രെയിമിലെ ഫ്രണ്ട് ഗ്ലാസ് ഇതുപോലെ നമ്മുടെ ഡിസൈനിന്റെ മേലെ വെച്ച് ട്രേസ് ചെയ്യാം. നമ്മൾ ഗ്ലാസ് പെയിന്റ് ചെയ്യുമ്പോൾ സാധാരണ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. ഇതുപോലെ നമ്മൾ ഡിസൈൻ ഔട്ട്ലൈൻ ചെയ്തിട്ട് ഒരു 1 hour വെയിറ്റ് ചെയ്യാം. നന്നായി ഡ്രൈ ആയതിനു ശേഷം ഗ്ലാസ് പെയിന്റ് ഫിൽ ചെയ്യാം. ഞങ്ങൾ ഇവിടെ ചൂസ് ചെയ്തത് ഡ്രീം ക്യാച്ചർ ഡിസൈൻ ആണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ പെയിന്റിങ്ങും വെച്ച് നോക്കുമ്പോൾ ഗ്ലാസ് പെയിന്റ് ആണ് കുറച്ചുകൂടെ ഈസി. നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് പോലും ഗ്യാപ്പ് വരാതെ വേണം ചെയ്യാൻ. കാരണം പിന്നീട് ഡ്രൈ ആയി കഴിഞ്ഞ് നമ്മൾ കളേഴ്സ് ഫില്ല് ചെയ്യുമ്പോൾ അത് ആ ഔട്ട്ലൈൻ്റെ പുറത്തേക്ക് വരാനും സ്പ്രെഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള പെയിന്റ്സ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യാം.
ഗ്ലാസ് പെയിൻറ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബബിൾസ് ഫോം ചെയ്യാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ബ്രഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നീഡിൽസ് ഉപയോഗിച്ചോ അത് ബ്രേക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഡ്രൈ ആവുമ്പോൾ നല്ല ബോറായിരിക്കും കാണാൻ. ഞാനിവിടെ ഷെയ്ഡിംഗ് ആണ് ചെയ്തത്. അതായത് കുറച്ച് ഡാർക്കർ കളേഴ്സ് കോർണേഴ്സിലേക്കും കുറച്ച് ലൈറ്റർ കളേഴ്സ് അകത്തേക്കും ഫില്ല് ചെയ്ത് പിന്നീട് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഉപയോഗിച്ച് ആ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഡ്രീം ക്യാച്ചറിന്റെ ഫിനിഷ് ലുക്ക്. നമുക്ക് ഫ്രെയിം ചെയ്യാം. നമ്മൾ ആദ്യം പെയിന്റ് ചെയ്ത ഗ്ലാസ് വെക്കാം. എന്നിട്ട് ആ ഒരു ഡിസൈൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു വൈറ്റ് പേപ്പർ വെക്കുന്നുണ്ട്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന കളേഴ്സ് അനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾക്ക് മാറ്റാം. വേണമെങ്കിൽ കാർഡ്ബോർഡിൽ പെയിന്റ് ചെയ്ത് നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ഇതാണ് നമ്മളുടെ കളേർഡ് ഡ്രീം ക്യാച്ചർ ഗ്ലാസ് പെയിന്റ്.